പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും 8-ാം മാസത്തിൻ്റെ 6-ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. 119-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. ദൈവവചനം കൃത്യമായി വായിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ധാരാളം പേരുണ്ട്. ഈ പറഞ്ഞതൊക്കെ നല്ലത് തന്നെയാണെങ്കിലും അതിലും ഉപരിയായി ദൈവവചനം അനുസരിക്കുവാനുള്ളതെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ചിലത് അനുസരിക്കുകയും അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അനുസരിക്കും, അല്ലാത്തത് തള്ളിക്കളയുവാനുള്ളതുമല്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം പ്രമാണിക്കുവാനുള്ളതാണ്. ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. മനുഷ്യന് പ്രമാണിക്കുവാനുള്ള വചനം മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടത് നീ അവയെ കൽപ്പിച്ച് തന്നിരിക്കുന്നു എന്നാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവയെ മാറ്റുവാനോ തിരുത്തുവാനോ നമുക്ക് അനുവാദമില്ല. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പരീശന്മാരും പുരോഹിതന്മാരും ദൈവവചനത്തേക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്നത് പൂർവ്വപിതാക്കന്മാരുടെ കീഴ്വഴക്കങ്ങളായിരുന്നു. കർത്താവ് അവരെ ശാസിച്ചതായിട്ടും കാണുന്നു. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു എന്ന്. ഈ ലോക ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നാം ലംഘിക്കുകയാണെങ്കിൽ തക്കതായ ശിക്ഷ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനങ്ങൾ നാം കൃത്യമായി എത്ര കൃത്യതയോടുകൂടെയാണ് അനുസരിക്കേണ്ടത്. ദൈവവചനം ഒരു പ്രാവശ്യം മാത്രം അനുസരിക്കുകയും പിന്നീട് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽപ്പാനുമല്ല, നിത്യം പ്രമാണിക്കേണ്ടതിനും അത് മരണം വരെ പ്രമാണിക്കണമെന്നും ദൈവവചനം പഠിപ്പിക്കുന്നു. നീ ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണമെന്ന് വചനം വ്യക്തമാക്കുന്നു. മലാഖിയുടെ കാലത്ത് വചനം കൃത്യമായി അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് പറഞ്ഞും അവർ ചീറുന്നതായി കാണുന്നു. ഈ വചനമൊക്കെ അനുസരിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകാനാ എന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞു നടക്കുന്നവർ പ്രധാനമായി പിന്മാറ്റക്കാരുടെ ലക്ഷണമാണ്. മേക്കപ്പ് ചെയ്താൽ എന്താണ് കുഴപ്പം? വെള്ള വസ്ത്രം ധരിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? സത്യത്തിൽ ദൈവസന്നിൽ വരുമ്പോൾ ഇക്കൂട്ടർ കുളിക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവമായ കാര്യം. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എന്നാൽ നാം എന്തിനു വേണ്ടിയാണ് ദൈവവചനം അനുസരിക്കേണ്ടത്? ലോകത്തിൻ്റെ പല കാര്യങ്ങളും സ്തോത്രം തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ, നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നും ചിന്തിക്കുന്നവർ കുറവല്ല. ദൈവവചനം കൃത്യമായി അനുസരിച്ച് നടന്നാൽ അവർ നാൾക്ക് നാൾ ബലം പ്രാപിക്കുവാനിടയാകും. അവർ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കുവാനിടയാകും. അവരുടെ ഭവനം സന്തതികളും അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. അവർക്ക് നിത്യതയിൽ വളരെ ബലമുണ്ടാകും. അവർക്ക് ഒരു ദോഷവും വരികയില്ല. തിരുവചനം പ്രമാണിക്കുന്നവർ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനായി തീരും. ആകയാൽ പ്രിയ ദൈവവേദിലെ ദൈവം നമ്മോട് കൽപ്പിക്കുന്ന വചനം അത് ചോദ്യം ചെയ്യാതെ പൂർണ്ണമായും നാം അനുസരിക്കണം. അവരോട് ദൈവം ദയ കാണിക്കും. ആകയാൽ കൃത്യമായി വചനത്തെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമുക്കും സങ്കീർത്തനക്കാരനോടുകൂടെ ഇന്ന് പ്രഭാതം പറയാം, നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവാലോചനകൾക്കൊത്തവണ്ണം നടക്കുവാൻ ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും ദൈവസന്നിധിയിൽ നല്ല സാക്ഷിയോടുകൂടെ നടക്കുവാൻ നമ്മെ ഈ പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാം. യേശു 33 തിരുവയസ്സ് വരെ നല്ല മാതൃകയോടുകൂടെ നല്ല സാക്ഷ്യത്തോടുകൂടെ നടക്കുവാനിടയായി. ആ യേശുവിനെ പിൻപറ്റുന്ന നമ്മുടെ ജീവിതവും നല്ല നടപ്പ് ആയി തീരുവാൻ ദോഷമായി നടക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ ദൈവസന്നിധിയിൽ ദൈവാലോചനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മെ ഈ പ്രഭാതം ഏൽപ്പിക്കാം. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ,
നാഥ, അനേകർ ലോകത്തിൽ മാതൃകയില്ലാതെ ജീവിക്കുമ്പോൾ, നടക്കുമ്പോൾ കർത്താവെ തിരുവചനം ആമേൻ സ്തോത്രം സ്ഥിരമായി നടക്കുവാൻ തൻ്റെ ഭക്തന ആമേൻ ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് പ്രഭാതം ഞങ്ങളും ആഗ്രഹിക്കുന്നു. എൻ്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതും എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. ആമേൻ ദൈവസന്നിധി ഞങ്ങൾ സ്ഥിരമായി നടക്കുവാൻ, വചനത്തിൽ നടക്കുവാൻ, നല്ല സാക്ഷി നടക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.